ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എന്താ അമ്മ ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കൂ. സോ ഇന്ന് അമ്മ ബ്രേക്ക്ഫാസ്റ്റിന് പൂരി വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ അച്ഛൻ്റെ കൂടെ പറമ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ചക്കയൊക്കെ വിളഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഇടുന്നതിൻ്റെ കാര്യമൊക്കെ പറയാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ് അച്ഛൻ്റെ കൂടെ. നമ്മൾ അന്ന് കണ്ടത് പറിച്ചു അല്ലേ? അതെ, പച്ച ചെറുതാ. ഇതേ ഒരെണ്ണം ഇതുണ്ടോ? അതാണ് ഇത്ര ചെറുപ്പത്തിൽ വരണത്. മണ്ണൂത്തിൽ ഇത് കുറച്ച് ചിപ്സിനൊക്കെ പറ്റത്തില്ല. അരിഞ്ഞിട്ട് നല്ല ഉപ്പേരി ഉണ്ടാക്കാം, കായ്പേരി ഉണ്ടാക്കാം. പിന്നെ ഞങ്ങൾ ശരി കുറേ ദിവസമായി കാറൊക്കെ കഴുകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ശ്രീലക്ഷ്മിയുടെ വീട്ടിലാണ് നമ്മൾ കാർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് തന്നെ നമ്മളവിടെ അവരെല്ലാം പ്രൊവൈഡ് ചെയ്തിരുന്നു കഴുകാനുള്ള സംഭവങ്ങളൊക്കെ. ഷാമ്പൂവും പിന്നെ അവിടെ തന്നെ പൈപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇറ്റ് വാസ് ഈസി. ഞങ്ങളെല്ലാവരും കൂടി ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇനിയിപ്പോൾ നമ്മൾ വിചാരിച്ചു ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് നമ്മൾ പുറത്ത് പോകാനായിട്ട് പ്ലാൻ ചെയ്തു. അപ്പോൾ അതിന് മുന്നേ നമ്മളിതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കാറ് കഴുകുന്നതിൻ്റെ ബഹളത്തിലാണ്. മഹേശ്വരനാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യുകയാണ്, അവിടെ കഴുകുക, ഇവിടെ പോയിട്ടില്ല, അത് പോയിട്ടില്ല. ഈസിയല്ലേ പറയാൻ, ചെയ്യുന്നവർക്കല്ലേ അതിൻ്റെ ബുദ്ധിമുട്ടറിയും. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ വൃത്തിയായി കഴുകി ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ കേട്ടോ. അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഇനി ലഞ്ച് കഴിക്കാനായിട്ട് പുറത്ത് പോവാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. എല്ലാവരും ഉണ്ട്. സരവണ ഭവനിലാണ് കയറാൻ പോകുന്നത്. ഇവിടെ ആകുമ്പോൾ നമുക്ക് പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതെ അതെ, വെൽക്കം ടു ഹോട്ടൽ സർവണ. ഇറങ്ങണം കുഞ്ഞാ, ഇല്ല എഴുന്നേറ്റ്. അവൻ്റെ അപ്പൂപ്പൻ്റെ സ്വഭാവം. എൻ്റെ അച്ഛനും ഇങ്ങനെ അബ്ബാവ ഏതെങ്കിലും വണ്ടി കയറി അപ്പോൾ. അങ്ങനെ ഞങ്ങൾ സരവണ ഭവനിലെത്തിയിരിക്കുകയാണ്. ഇത് മെയിൻ റോഡിൽ തന്നെയാണ് കേട്ടോ. കൊടകരയിൽ നിന്ന് കുറച്ചിങ്ങോട്ട് വന്നാൽ മതി ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക്. അപ്പോൾ ഇവിടെ ആകുമ്പം നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. ആൻഡ് ഇവിടുത്തെ ആംബിയൻസും കൊള്ളാം. അങ്ങനെ നമുക്കിനി ഇവിടുത്തെ ഫുഡൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്, എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാമല്ലോ. അപ്പം യൂഷ്വലി നമ്മൾ സർവണ ഭവനിൽ നിന്നൊക്കെ കഴിക്കാറുള്ളത് എല്ലാം മുക്കിനും മൂലയിലും ഒക്കെ ഉണ്ട് ഈ ഒരു റെസ്റ്റോറൻറ്റ്. എവിടെ ഇരിക്കുന്നത്? ഇട്ട് കഴിഞ്ഞ് ഒരു കുഞ്ഞിലയാണ്. അവനതൊന്നും കൂട്ടില്ല, അവന് ചോറും മതി. ഒരു അപ്പോൾ ഒരു ചെറിയ ഊണായിരുന്നു, ഒരു നാടൻ വിഭവമൊക്കെ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്, സൂപ്പറായിരുന്നു. ഐസ്ക്രീം ആസ് യൂഷ്വൽ വാങ്ങി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരിതുവരെയും കഴിഞ്ഞില്ല. അച്ഛൻ വളരെ കണ്ട് അച്ഛൻ കഴിക്കുന്നത്. അമ്മ ഒരു കപ്പ് ഐസ്ക്രീമാണ് എടുത്തിരിക്കുന്നത്. വൈകിക്ക് പിന്നെ മധുരത്തിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അവൾ കഴിക്കാറില്ല. അങ്ങനെ ഞാൻ ഒരു ബട്ടർ സ്കോച്ച്. ഞങ്ങൾ ഭക്ഷണം എല്ലാം കഴിച്ച് ഇവിടെ കുറച്ച് നിൽക്കുകയാണ്. ഇവിടെ ഒരുത്തൻ ഭയങ്കര ഐസ്ക്രീം തീറ്റിയാണ്. ആരും അവനെ ഡിസ്റ്റർബ് ചെയ്യാതെ. ഇതല്ല അവൻ വാങ്ങിച്ചത്, എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങിച്ചാൽ പറ്റുന്നില്ല. അതെനിക്ക് ഇഷ്ടമായില്ല. അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞത്. ഇതാ ഇഷ്ടപ്പെട്ടെ. കഴിഞ്ഞു മനസ്സിലായി. ഞാൻ വീഡിയോ എടുക്കണം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു.
പിന്നെ ഞങ്ങൾ വിചാരിച്ചു ശരി ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന്. ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിച്ച് ഇനി അമ്മൂൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പോവാണ് ഗൈസ്. ഞങ്ങളിനി പോവാണ്. നമ്മൾ അമ്മൂൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉണ്ടോ? ഹലോ ആദി. നമ്മൾ അമ്മൂൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അമ്മൂൻ്റെ കൂട്ടുകാരി വന്നിട്ടുണ്ട്. അത് നമ്മുടെ വിദ്യ ആൻഡ് ഫാമിലിയാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരിയുടെ അമ്മയാണ് വിദ്യ. സുഖല്ലേ? സുഖല്ലേ? ഓക്കെ, കളിച്ചോളൂ. കളിക്കൂട്ടുകാരികൾ കൂടിയിരിക്കുകയാണ്. ശരി ആൻറ്റി, ബൈ ബൈ. ഡിന്നർ സെറ്റാണല്ലേ. അങ്ങനെ അവളുടെ ഫ്രണ്ട് പോയി. അപ്പോഴത്തേക്കും ഈ ടി വി സെറ്റ് ചെയ്യാനുള്ള ആൾക്കാർ വന്നു. പിന്നെ ബ്ലൈൻഡ്സ് ഒക്കെ ഇട്ടു. ഇപ്പോൾ നമുക്ക് കാണാമല്ലോ എല്ലാ വീട്ടിലും കേർട്ടൻസിന് പകരം ബ്ലൈൻഡ്സ് ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് ഇഷ്ടമുള്ള കളറ് ചൂസ് ചെയ്യാം. അപ്പോൾ ഇവർ ഒരു മെറൂൺ ബ്രൗൺ ഷെയ്ഡാണ് ചൂസ് ചെയ്തത്. ആൻഡ് അത് നല്ലൊരു കോമ്പിനേഷനായിരുന്നു. പിന്നെ ഈ സോഫ സെറ്റ് ചെയ്തതും അവർ ആക്ച്വലി ഗ്രീനാണ്. ഇപ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അവൾ ഗ്രീനായിട്ട്. അതും നല്ല രസമാണ്. പിന്നെ ഞാനാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ ഒരു കൃഷ്ണനെ വാങ്ങിയായിരുന്നു. അപ്പോൾ ആ കൃഷ്ണനെ ഇവിടെ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞായിരുന്നു. ഇനി ഇവിടെ പൂജാമുറിയൊക്കെ ആ ഒരു ഇത് സെറ്റ് ചെയ്യണം. പക്ഷേ അതിന് മുന്നേ ഇവിടെ ഇങ്ങനെ വെച്ചു. നല്ലൊരു കൃഷ്ണനെയാണ് ഞങ്ങൾ വാങ്ങിയത്. ഞാൻ ഇതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കൃഷ്ണനെയൊക്കെ കണ്ട് ഐ വാസ് സോ ഹാപ്പി. നല്ല ഭംഗിയുള്ളൊരു ഇത്. അപ്പോൾ നമ്മളൊരു തട്ടുകടയാണെന്ന് കയറിയെന്ന് പറഞ്ഞില്ല, അവിടെ നിന്നാണ് ഇത് വാങ്ങിയിരിക്കുന്നത്. അപ്പോഴേക്കും എൻ്റെ അനിയത്തി കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ചായയുടെ കൂടെ കടിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അന്ന് ദീപാവലിയാണ് കേട്ടോ. അപ്പം ഇനി വീട്ടിൽ പോയിട്ട് വിളക്ക് കത്തിക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ശരി 5:45 കാണും. അച്ഛൻ ഓൾറെഡി പോയി. പക്ഷേ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് അച്ഛൻ ചാവിയും കൊണ്ട് പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് തുറക്കാൻ പറ്റിയില്ല. സോ നമ്മൾ ആ 6 മണിക്ക് വിളക്ക് കത്തിക്കേണ്ട ഒരു വല്ലാത്തൊരു ടാസ്ക് ആയിരുന്നു. അപ്പം നെക്സ്റ്റ് നെയ്ബർ നമ്മളെ ഹെൽപ്പ് ചെയ്തിരുന്നു. കടന്നു കഴിഞ്ഞാൽ അഴകം എത്തുമെന്നാണ് പറയുന്നത്. പക്ഷേ റോഡായതുകൊണ്ട് നമ്മൾ ഫുൾ ചുറ്റി കൊടകരവലിയാണ് അവിടേക്ക് എത്തേണ്ടത്. അപ്പോൾ ഗൈസ് ഞങ്ങൾ 6 മണിക്ക് ഷാർപ്പ് ഇവിടെ ദീപം തെളിയിക്കാനായിട്ട് ഓടി വന്ന. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ദീപാവലി ആയിട്ട് നമ്മൾ കത്തിക്കാൻ പോവാണ്. എന്താ അമ്മേ ഒന്നും വേണ്ട, അമ്മ വാങ്ങിക്കോ. അപ്പോൾ നമ്മളിവിടെ വെക്കാൻ പോവാ. ഇവിടെ വെച്ചാൽ പോരെ? ഇതിന്റെ ഇടയിൽ വെക്കണോ? അതിന്റെ ഇടയിൽ വെച്ചൂടെ? അപ്പം ഞങ്ങൾ അങ്ങ് ദീപം തെളിയിച്ചു 6 മണിക്ക്. അപ്പം ശ്രീലക്ഷ്മിയാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത്. തിരിയും എണ്ണയും ഈ ലൈറ്ററൊക്കെ തന്നിട്ട്. അച്ഛനാണെങ്കിൽ എന്നും ഒരു 4:30 ആകുമ്പോഴത്തേക്ക് ഫുട്ബോൾ കാണാൻ പോകും. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ ചാവിയില്ല. പിന്നെ അച്ചു പോയി മേടിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ തിരിയും ഇതൊക്കെ വാങ്ങിച്ചത് നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ വാ, ഞാൻ പരിചയപ്പെടുത്തി തരാം. പുള്ളിക്കാരിയുടെ പേര് ശ്രീലക്ഷ്മി ആണ്. ഇപ്പം എന്നെ സഹായിച്ചത് ശ്രീലക്ഷ്മിയാണ്. ഇതാണ് ശ്രീലക്ഷ്മിയുടെ വീട്. അങ്ങനെ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും അച്ഛൻ വന്നിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും വിളക്കെല്ലാം കത്തിച്ച്. സോ ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ കൃഷ്ണൻ. ഈ ഒരു ഷെയ്ഡാണ് ഞാൻ വാങ്ങിച്ചത്. നല്ല ഭംഗിയില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. അപ്പം മഹേഷേട്ടൻ വീണ്ടും തിരിയൊക്കെ തെളിയിച്ച് നമ്മൾ തുളസിത്തറയിൽ കൊണ്ട് വയ്ക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ദീപാവലി. അപ്പം
അങ്ങനെ പടക്കവും ഇതൊന്നും നമ്മൾ പൊട്ടിച്ചില്ല കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാണ് ദിവാലി ആഘോഷിച്ചത്? അപ്പോൾ വീണ്ടും മറ്റൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ ഗൈസ്.